നടൻ നിവിൻ പോളിക്കെതിരെയുള്ള പീഡനാരോപണം വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെയായിരുന്നുവെന്നും ചിത്രങ്ങൾ തെളിവായുണ്ടെന്നും വിനീത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിനീതിന്റെ വെളിപ്പെടുത്തലിന് ശേഷം വിഷയത്തിൽ പ്രതികരിക്കാൻ പരാതിക്കാരി തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവിലേക്ക്. നിവിൻ പോളിക്കെതിരെ പീഡന പരാതി കൊടുത്തതിനു പിന്നാലെ പരാതിക്കാരി റിപ്പോർട്ടറിനോട് പറഞ്ഞതായിരുന്നു ഈ വാക്കുകൾ. എന്നാൽ 2023 ഡിസംബർ 14 രാവിലെ മുതൽ 15 പുലർച്ചെ വരെ നിവിൻ തന്നോടൊപ്പമായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊച്ചിയിൽ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു തങ്ങളെന്നും വിനീത് പറഞ്ഞു. അതെ, ഡിസംബർ 14 രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ, ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കേടും ഉണ്ടാവില്ല. കൂടെ ഉണ്ടായിരുന്നതിന് തെളിവായി ചിത്രീകരണ ദിവസത്തെ ഫോട്ടോകളും വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടറിന് കൈമാറി. 15 മുതൽ നിവിന് ഫാർമ വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുവെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു. ഇക്കാര്യം ഫാർമയുടെ സംവിധായകൻ അരുണും സ്ഥിരീകരിച്ചു. നിവിൻ പോളി ഞങ്ങളുടെ ഫാർമ എന്ന വെബ് സീരീസ് KP വിനോദായിട്ട് എന്ന കഥാപാത്രമായി ഈ 15 തീയതിയും 16 എല്ലാം അഭിനയിച്ചതാണ്. വിനീത് ശ്രീനിവാസന്റെ സെറ്റിൽ നേരെ ഫാർമയുടെ സെറ്റിലേക്കാണ് വന്നത്. ഫാർമയുടെ സെറ്റിൽ നിവിൻ അഭിനയിച്ചതിന്റെ ഫോട്ടോസ് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റ് ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിംഗാണ്. 15 16 അന്നെല്ലാം നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിന്റെ ഫോട്ടോസും അതിന്റെ വീഡിയോസും അതിന്റെ ഫുട്ടേജസും എല്ലാം ഞങ്ങളുടെ കൈവശവും ഉണ്ട്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ നിവിൻ പോളി വിശദീകരണവുമായി എത്തിയതിൽ സന്തോഷമുണ്ടെന്നും യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും വിനീത് ശ്രീനിവാസൻ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ പരാതിക്കാരിയുടെ പ്രതികരണം തേടിയെങ്കിലും ചികിത്സയിലാണെന്നായിരുന്നു മറുപടി. റിപ്പോർട്ടർ, കൊച്ചി.